ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. രാവിലെ 10 മണിക്കാണ് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഇന്നലെ 8 മണിക്കൂറോളം ഈ ശുചീകരണ തൊഴിലാളിയെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും 10 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 8 മണിക്കൂർ ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. വീഡിയോഗ്രാഫ് അടക്കം ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ മൊഴിയെടുപ്പ് തുടരുന്നത്. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് അന്വേഷണ സംഘം നോക്കിക്കാണുന്നത്. ഇയാൾ മാത്രമാണ് ഈ കേസിൽ പ്രധാന സാക്ഷിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഈ മൊഴി ഏറെ നിർണായകമാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ 8 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ് ഇന്നും ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. മംഗളൂരുവിലാണ് ഇത്തരത്തിൽ മൊഴിയെടുപ്പ് തുടരുന്നത്. DGPയുടെ നേതൃത്വത്തിലുള്ള 20 അംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇവർ തന്നെയാണ് ഇത്തരത്തിൽ ഈ മൊഴി എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും വീണ്ടും ഇത്തരത്തിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 10 മണിയോടുകൂടി എത്തിച്ചേരാനാണ് ശുചീകരണ തൊഴിലാളിയോട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 10 മണിയോടുകൂടി തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വിവാദമായ കേസിൽ ഏക സാക്ഷിയായിട്ടുള്ള ശുചീകരണ തൊഴിലാളിയുടെ മൊഴി ഏറെ നിർണായകമാണ്. ഇന്നലെ നൽകിയിരുന്ന മൊഴിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ എത്ര പേരെ കുഴിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്ന് തുടങ്ങിയ സുപ്രധാന വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് ഈ ശുചീകരണ തൊഴിലാളി കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ശരിവെക്കുന്ന ആധികാരികമായ ചില തെളിവുകളും കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ശുചീകരണ തൊഴിലാളിയെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഇത്തരത്തിൽ കേസിന് വലിയൊരു വ്യക്തത കൈവരുമെന്ന് തന്നെയാണ്. ജോസഫ്, ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി SIT വീണ്ടും രേഖപ്പെടുത്തും. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റാണ് വിവരങ്ങൾ നൽകിയത്.